പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം നിങ്ങളുടെ മധ്യയിൽ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറയുവാൻ കർത്താവ് നൽകി തന്ന ഈ വലിയൊരു അവസരത്തിനായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പേര് മഹാലിംഗം എന്നാണ്. എനിക്ക് സ്വന്തം സ്ഥലം തമിഴ്നാട് ഗുരുതിനേർ എന്ന സ്ഥലത്താണ്. പിന്നെ ദൈവവേല സംബന്ധമായി ഞാൻ അവിടെ ആയിരിക്കുന്നു. കർത്താവ് എന്നെ സ്നേഹിച്ചതും എന്നെ വഴി നടത്തിയ വിധങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മുമ്പാകെ ഞാൻ പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കേൾക്കുന്ന എല്ലാവർക്കും ഇത് വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിൽ ഒരു സഭയെ ദൈവം തന്നു വച്ചിരിക്കുന്നു. ഞാൻ ആരായിരുന്നു, എങ്ങനെയാണ് ഞങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് കർത്താവിനെ കണ്ടുമുട്ടിയ സ്ഥലത്തെയും അതിനെക്കുറിച്ചും കുറച്ച് സമയം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ ഒരു 20ഓളം ജനങ്ങളുണ്ട്. നാടോടി ജനങ്ങൾ എന്ന് പറയുന്ന 20ഓളം ജനങ്ങൾ വകയിൽപ്പെട്ട ഞാനും ഒരു നാടോടി കുടുംബത്തിൽപ്പെട്ടതാണ്. ഞങ്ങൾ ഒട്ടാരെന്ന് പറയുന്ന ഒരു ജാതിയിൽപ്പെട്ടവരാണ്. ഏറ്റവും താഴ്ത്തപ്പെട്ട ഒരു ജാതിയും എല്ലാവരോടും വെറുക്കപ്പെടുന്ന ഒരു സമുദായത്തിൽ പിറക്കപ്പെട്ട് എവിടെ പോയാലും എവിടെ തിരിഞ്ഞാലും അവരോടത്ത് ഒരു നാട്ടുകാരുമായിട്ടും വീട്ടുകാരുമായിട്ടും യാതൊരു ബന്ധമില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു ജനക്കൂട്ടത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. എൻ്റെ അമ്മയ്ക്ക് 7 മക്കളുണ്ട്. ആ 7 മക്കളിൽ 7ാമത്തെ മകനാണ് ഞാൻ. സ്നേഹം എന്താണെന്ന് ഒരു കാലഘട്ടത്തിൽ അറിയത്തില്ലായിരുന്നു. സ്നേഹിക്കാൻ ഒരാളില്ലായിരുന്നു. എൻ്റെ അപ്പന് ഒരുപാട് സ്നേഹിക്കാൻ കിട്ടിയ ആരെന്ന് വെച്ചാൽ പുള്ളിക്കാരെപ്പോഴും നല്ല കുടിയാണ്. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം മുഴുവതും കുടിച്ചിട്ട് പൈസ കൊണ്ടുപോയി ഒരു മക്കൾക്ക് പോലും ഒരു സാധനം മേടിച്ച് കൊടുക്കുവാനും അവരെ സ്നേഹിച്ച് വളർത്തുവാനും അറിയാത്ത ഒരു ജനത്തിലാണ് ഞാൻ പിറക്കപ്പെട്ടത്. അച്ഛന് മാത്രമല്ല എൻ്റെ അമ്മയും നല്ല ഒരു കുടിക്കുന്നവരായിരുന്നു. അവർക്ക് കുടിയും കൊടുത്തനും മാത്രമേ ആയിരുന്നു. ഞങ്ങൾക്ക് എവിടെ സ്വന്തം വീടില്ല, കയറി കിടപ്പടമില്ല. അവർക്ക് കുഞ്ഞു മക്കളെയൊക്കെ നോക്കണമെന്നല്ല. റോഡ് വരാന്തയിൽ എവിടെ വേണമെങ്കിൽ കിടക്കും, ഏത് ഭാഗത്ത് വേണമെങ്കിൽ കിടക്കും. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലും വെച്ച് പല സ്ഥലങ്ങളിലേക്ക് കയറി ഇറങ്ങി നടന്ന് റോഡ് വരാന്തയിലും കട വരാന്തയിലും അടുത്തവരുടെ മുറ്റത്തും ഞങ്ങളൊക്കെ കിടത്തി വളർത്തിയ ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. ഒരു നേരം ആഹാരത്തിന് പോലും വഴിമുട്ടി വിശപ്പുണ്ടാകുമ്പോഴൊക്കെ എൻ്റെ അമ്മ ആരെങ്കിലും തൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സാധനം വെച്ച് കൊടുക്കുവാൻ വേണ്ടിയാണ് തൻ്റെ അമ്മ ഇഷ്ടപ്പെടും. പക്ഷേ എൻ്റെ അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എനിക്ക് വിശപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു പാത്രം എടുത്ത് തന്നിട്ട് ഈ പാത്രത്തെ എടുത്തുകൊണ്ട് നീ തെരുവിലേക്ക് പോവുക, കിട്ടുന്ന വീട്ടിൽ ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾക്ക് മേടിച്ചുകൊണ്ട് വന്ന് തരിക എന്ന് പറഞ്ഞാണ് എന്നെയൊക്കെ ഇറക്കി വിടും. അങ്ങനെ രാത്രിയെന്ന് നോക്കാമോ പകലെന്ന് നോക്കാമലും എപ്പോൾ വിശപ്പ് ഉണ്ടാകുന്നോ ആ സമയത്തൊക്കെ പാത്രങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങൾ വെളിയിലിറങ്ങിപ്പോയി പല രാത്രിയിലും അങ്ങനെ കയറി കിടന്നുറങ്ങി അവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടു കാണും. ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കൊട്ടാരം അടിച്ചു താമസിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെയാണ്. നാടാറ് മാസം വീടാറ് മാസം എന്ന് പറയും. പക്ഷേ ഞങ്ങൾക്ക് നാടാറ് മാസം വീടാറ് മാസം മാത്രമല്ല, എപ്പോഴുമേ പുറത്ത് തന്നെ കിടക്കും, അയലോക്കങ്ങളിൽ കിടക്കും, കടവറാന്തയിൽ കിടക്കും, അവിടെ റോഡ് ഏരിയയിൽ കഞ്ഞി വെച്ച് കുടിക്കും, അവിടെ രാത്രി അന്തി ഉറങ്ങും. ഒരു ബോധമില്ലാത്ത ഒരു ജനത്തിൻ്റെ മധ്യയിലാണ് ജീവിച്ചു കൊണ്ടിരുന്ന ഞാൻ. ഇന്ന് കർത്താവ് എന്നെ സ്നേഹിച്ചെന്ന് പറയുവാൻ ഈ വലിയ അവസരമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവം ഉണ്ടായി. ഞാനൊരു 7 വയസ്സാകുമ്പോൾ എനിക്ക് ഒരുപാട് വിശപ്പുണ്ടായി. ആ വിശപ്പുണ്ടാകുമ്പോൾ ഞാനിങ്ങനെ റോഡ് സൈഡിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതെ വിശപ്പ് വന്നപ്പോൾ ഒരു റോഡ് സൈഡിൽ നിന്ന് ഒരു കടയിലിരുന്ന് ആർക്കും അറിയാതെ ഒരു പേരിക്ക എടുക്കുവാനിടയായി. അത് എടുത്ത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ കടകാരൻ ഓടി വന്ന് എന്നെ തല ഉച്ചി മണ്ടയിൽ പിടിച്ചുകൊണ്ട് 2 അടിയും തന്നിട്ട് ആ പേരിക്കായും മേടിച്ചിട്ട് എന്നെ ഇറക്കി വിട്ടു. അങ്ങനെ ഒരു അനുഭവം എനിക്ക് 7 വയസ്സിലുണ്ടായി.
അതിനപ്പുറമായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയാണ്, ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ലാത്തപ്പോഴൊക്കെ ഞങ്ങൾ കടവറന്തിയിൽ ഓടും, ബജാറിൽ ഓടും, എവിടെയെങ്കിലും കുറച്ച് ഭക്ഷണം കിട്ടുമോ ഒന്ന് നടക്കും. ഉടുപ്പിടത്തില്ല, നിക്കറിടാൻ ശരിക്കും അറിയത്തില്ല, പക്ഷെ മേടിച്ച് തരാൻ പോലും ആളില്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിശപ്പ് ഒരുപാട് പിന്നെയും തുടങ്ങി. എന്ത് ചെയ്യുമെന്ന് നോക്കിയപ്പോൾ വലിയൊരു കല്യാണ മണ്ഡപം, ആ മണ്ഡപം കല്യാണത്തിൽ ഭയങ്കര ആഘോഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആക്രാന്തം, അകത്ത് കയറി പോകുവാനിടയായി. കടന്നു പോകുമ്പോൾ ഒരു നിക്കർ മാത്രമേ ഞാൻ ഇട്ടുകൊണ്ട് അകത്ത് കയറിപ്പോയപ്പോൾ ഭക്ഷണങ്ങൾ എങ്ങനെ വെച്ച് വിളറിക്കൊണ്ടിരിക്കുക. എല്ലാവരും കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാനും ഒരു സ്ഥലത്ത് പോയി ഒരു ഓരത്ത് ഇരുന്നിട്ട് എല്ലാവർക്കും വിളമ്പുന്ന പോലെ എന്നെയും വിളമ്പി. പക്ഷേ ആരും എന്നെ ശ്രദ്ധിച്ചില്ലായിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ മാത്രം എന്നെ ശ്രദ്ധിച്ചു. ഇത് ആരാന്ന് നോക്കിയിട്ട് എൻ്റെ അരികിലൊന്ന് നീ ആരാന്ന് നോക്കിയപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതിനകത്ത് കയറിയതാ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി വയ്ക്കുന്ന ആഹാരമല്ല, ഇത് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി വയ്ക്കുന്ന ആഹാരമാണ്, നിനക്ക് ആഹാരം തരത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു. അത് കാരണമെന്ന് വെച്ചാൽ അതൊരു ബ്രാഹ്മണ വീട്ടിൻ്റെ കല്യാണമായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇറങ്ങിപ്പോയിട്ട് കുറേ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതെ പോയപ്പോൾ വേറെ ഒരു വീട്ടിൽ പോയി ഒരു പഴയ ചോറ് മേടിച്ച് ഇങ്ങനെ കഴിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. പിന്നെ നമുക്ക് എന്തെങ്കിലും മുട്ടായോ ഒരു സാധനം എന്തെങ്കിലും മേടിച്ച് കഴിക്കണമെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് പൈസ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ പറയും, നീ തെരുവിലേക്ക് ഇറങ്ങി പോടാ, നാട്ടുകാരുടെ അടുത്തേക്ക് പോടാ, അവരെവിടെന്നെങ്കിലും തരും എന്ന് പറഞ്ഞു വിടും. നമ്മളിപ്പോൾ ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരത്താണ്. ഈ തിരുവനന്തപുരത്ത് സ്ഥലത്ത് തന്നെ പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനിങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിൽ പോയി ആൾക്കാരുടെ അടുത്ത് ഈ വയറും പൊക്കി കാണിച്ച് ഇങ്ങനെ കൈയടിച്ച് വയറടിച്ച് അവരുടെ അടുത്ത് 10, 5 അപ്പൊക്കെ 10 പൈസ 20 പൈസയൊക്കെ ഉള്ള കാലഘട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ 10, 5 മേടിച്ച് അത് മേടിച്ച് ഞാൻ കഴിച്ചിട്ട് സന്തോഷമായിട്ട് പോകുന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീട് കുറേ ദിവസമാകുമ്പോൾ ഒരു 10, 15 വയസ്സ് കാലങ്ങൾ വരുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് നടക്കുമ്പോൾ എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ജോലി ചെയ്യുമെന്ന് വെച്ചാൽ അപ്പൊക്കെ അരകല്ലാട്ടുകല്ലൊക്കെ കൊത്തി കൊടുക്കുന്ന ആൾക്കാർ കാണും, നിങ്ങളൊക്കെ കണ്ടു കാണും. അങ്ങനെ പോയാണ് അങ്ങനെ അരകല്ല് ഇതൊക്കെ കൊത്തി കൊടുത്ത് അവിടെ നിന്ന് പൈസ മേടിച്ച് അമ്മയുടെ കുറച്ച് കൊടുത്തിട്ട് അങ്ങനെ കഴിച്ചു പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഒരു പണിയും കിട്ടിയില്ല, വിശപ്പ് ഒരുപാടായിപ്പോയി. ഒരു വീട് മാത്രമേ എന്നെ വിളിച്ചിട്ട് ഒരു അരകല്ല് കൊത്താൻ പറഞ്ഞു. കൊത്തിച്ചിട്ട് അമ്മച്ചി പറഞ്ഞു, വിശക്കുന്ന മോനെ എന്ന് ചോദിച്ചു. അതെ, എനിക്ക് വിശക്കുന്നു, എനിക്ക് ഒരുപാട് വിശപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ചോറ് തരട്ടെ അങ്ങനെ പറഞ്ഞു. ആ ശരി തരാം, ചോറ് വിശപ്പുള്ളപ്പോൾ ചോറ് എന്ന് പറയുമ്പോൾ ഭയങ്കര കൊതിയാണല്ലോ. അപ്പോൾ എനിക്കൊരു 12 വയസ്സായി, ഒരു 30 കൊല്ലത്തിൻ്റെ അപ്പുറം നടക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവർ വിശപ്പ് പാത്രത്തിൽ ചോറ് കൊണ്ടുവന്ന് തരാൻ വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നോക്കിയാൽ മുറ്റത്തൊക്കെ പട്ടിൽ കല്ലെന്ന് പറഞ്ഞ ഒരുപാട് കല്ലുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും. ആ കല്ലിൻ്റെ അരികിൽ ഒരു സൈഡിൽ പട്ടി ചോറ് തിന്നുകൊണ്ടിരിക്കുക. ഞാൻ ഒരു സൈഡ് എന്നെ ഇരുത്താൻ പറഞ്ഞു. എന്നെ ഇരുത്തിയിട്ട് ആ പട്ടിക്ക് അടുത്ത് തന്നെ എനിക്ക് ഭക്ഷണം വെച്ച് തരാൻ വേണ്ടി അവരുടെ പാത്രം പോലും എൻ്റെ കയ്യിൽ തന്നില്ലായിരുന്നു. ആ പാത്രത്തിൽ അല്ലാതെ ഒരു സൈഡിൽ കൂടി വെച്ചിട്ട് എനിക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഒരു സൈഡ് പട്ടി കഴിച്ചുകൊണ്ടിരിക്കുക. ഒരു പട്ടിക്ക് പോലും വിലയില്ലാത്ത രീതിയിലേക്ക് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് ദേഷ്യം വന്നു, ഞാൻ അങ്ങനെ കഴിക്കത്തില്ല, പട്ടിണി വേണമെങ്കിൽ കിടക്കാമെന്ന് പറഞ്ഞ് എഴുന്നേച്ചപ്പോൾ അവർ പറഞ്ഞ് ആ കടയിൽ പോയി ഒരു പേപ്പർ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്ത് വെച്ച് തരാൻ പറഞ്ഞു. ആ ചോറ് വേണ്ട അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോകുവാനിടയായി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടായിരുന്നു. സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല, സ്കൂളിൽ പോകാനുള്ള സാധ്യത അമ്മയും അച്ഛനും എനിക്ക് ഒരുക്കി തന്നിട്ടില്ല. അമ്മയുടെ അടുത്ത് നല്ല ഒരു സ്നേഹം കിട്ടിയിട്ടില്ല, അപ്പൻ്റെ അടുത്ത് ഒരു നല്ല സ്നേഹം കിട്ടിയിട്ടില്ല, നല്ല സഹോദരന്മാർ തമ്മിൽ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഒരു 10 രൂപയ്ക്കോ ഒരു 5 രൂപയ്ക്കോ അല്ല ഒരു 1 രൂപയ്ക്കോ 2 രൂപയ്ക്കോ കഷ്ടപ്പെട്ട കാലമുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ എൻ്റെ അമ്മയ്ക്ക് പണിയെന്ന് വെച്ചാൽ കല്ലുകൊത്തുന്ന പണിയായിരുന്നു. പക്ഷേ പിന്നീട് എൻ്റെ അമ്മ എന്ത് ചെയ്തു, എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കയറി കിടക്കാനുള്ള ഒരു കിടപ്പടം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടി അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ഓടി. ഈ റോഡ് സൈഡിലൊക്കെ ഈ പാത്രങ്ങളൊക്കെ ഇതുപോലെ സാധനങ്ങളൊക്കെ കിടക്കുന്ന ശേഖരിച്ച് വെച്ച് അതിനെ കുറച്ച് പൈസ ഉണ്ടാക്കി അതിനൊന്ന് ശേഖരിച്ച് ഞങ്ങൾക്ക് ഒരു സ്ഥലം മേടിക്കുവാൻ അമ്മ സഹായിച്ചു. അങ്ങനെ ആ സ്ഥലം മേടിച്ചു. അവിടെ ഒരു സെറ്റ് ഇട്ട് ഇവിടെ ഇരുന്നു. മഴ വന്നാൽ അപ്പുറത്ത് ഓടും, പിന്നെ ഇങ്ങോട്ട് മഴ വന്നാൽ അങ്ങോട്ട് മാറും. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ഉണ്ടായിരുന്നു. ഒരു രാത്രി സമയത്തിലേക്ക് ഭക്ഷണം കഴിക്കാൻ വകയില്ലാതായിരുന്നു.
എൻ്റെ അമ്മ പറഞ്ഞു നമ്മളെല്ലാവരും നമ്മുടെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും മഴയിൽ നനഞ്ഞുകൊണ്ട് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകുവാനിടയായി. അമ്മാവൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ആ പെറ്റി ഓരമായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മാവൻ്റെ ഭാര്യയെ വന്നിട്ട് നോക്കി, ഞങ്ങൾക്ക് തന്നെ ചോറില്ല, ഇനി നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എന്നെ ഇറക്കി വിടുവാനുണ്ടായി. ഇങ്ങനെ ഏകദേശം ഇങ്ങനെ തന്നെ ഞങ്ങളുടെ ജീവിതങ്ങൾ പോയിരുന്നു. പിന്നെ എനിക്ക് കുറച്ചുകൂടി പ്രായം ചെന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ തന്നെ ഇറങ്ങി പോകുവാനിടയായി. ചെയ്യാത്ത ജോലികളില്ല, കയറി നടക്കാത്ത പണികളൊന്നുമില്ല. എല്ലാ വിധത്തിലും ജോലികൾ ചെയ്തു. പാട്ട പറക്കിയിട്ടുണ്ട്, ഈയം പൂച്ചിട്ടുണ്ട്, കൊടപ്പണി ചെയ്തിട്ടുണ്ട്. എല്ലാ പണികളും എന്തൊക്കെ പണി ചെയ്യാൻ കഴിയുമോ എനിക്ക് സുബോധം വന്നതിന് ശേഷം എല്ലാ പണികളും ഇങ്ങനെ ചെയ്തു വന്നു. അപ്പോൾ എല്ലായിടത്തും പോകുന്നതൊക്കെ വെറുക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു അനുഭവം, തള്ളപ്പെടുന്നതായിരിക്കുന്ന ഒരു അനുഭവം. നമ്മുടെ നാട്ടിൽ ജീവിക്കണമെങ്കിൽ, അപ്പോൾ ഞാൻ ചിന്തിക്കുവാണ്ട് ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഒന്ന് നമുക്ക് ജാതിയുടെ പെരുമ ഉണ്ടായിരിക്കണം, അങ്ങനെ ഇല്ലെങ്കിൽ പഠിത്തം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ പണം ഉണ്ടായിരിക്കണം. ഈ മൂന്നും ഉണ്ടെങ്കിൽ, ഏതിലെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ജീവിക്കാൻ പറ്റും. പക്ഷേ ഈ മൂന്നും ഞങ്ങൾക്ക് പറയാൻ തക്ക ഒന്നുമില്ല. ഞാൻ ഏത് ജാതിയിലാണ്, ഏത് ഇനമാണ്, എവിടെ നിന്ന് വന്നതാണെന്നോ ഇത് ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ല. ഞങ്ങൾ ഒരു കൂട്ട ജനങ്ങൾ ഞങ്ങളുടെ തമിഴ്നാട്ടിൽ ഉണ്ട്. ഇത് ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ എവിടെ നിന്ന് വന്നവരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. കുറേ ദൂരം ഞങ്ങളിങ്ങനെ പൊക്കണങ്ങളൊക്കെ കെട്ടിക്കൊണ്ട് നടക്കും. എൻ്റെ അമ്മയൊക്കെ എന്നെയൊക്കെ ഈ സൈഡിൽ കൂടി ഒരു സാരി എടുത്ത് വരഞ്ഞു കെട്ടി ഈ സൈഡിൽ കൂടി ഇട്ടുകൊണ്ട് ഞങ്ങളെ പൊക്കിക്കൊണ്ട് അങ്ങനെ നടക്കുന്നത്. ഞങ്ങൾക്ക് എവിടെ ഉറക്കവും അവിടെ തന്നെ ആയിരിക്കും. കിടന്നു ഉറങ്ങിയാൽ ഇരുന്ന് നോക്കിയാൽ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ഞങ്ങളൊക്കെ കെട്ടിക്കൊണ്ട് നടക്കും. ഒരു സൈഡ് ഇങ്ങനെ, ഒരു സൈഡ് കുപ്പി കിടക്കും, ഒരു സൈഡ് കുപ്പി എന്ന് വെച്ചാൽ ഈ ചാരാ മേടിച്ചടിക്കുന്ന കുപ്പിയാണ്. ഒരു സൈഡ് കിടക്കും, ഒരു സൈഡ് കുഞ്ഞുങ്ങൾ കിടക്കും. ഇങ്ങനെ വെച്ചുകൊണ്ട് തലയിൽ ഒരു കൊട്ടയും കാണും. ഇങ്ങനെ വെച്ചുകൊണ്ട് റോഡ് സൈഡിൽ നടക്കും. അവർക്ക് ഇതാണ് ആവശ്യം. പക്ഷേ ഞങ്ങൾക്ക് പാല് വേണമെന്ന് പോലും അവർക്ക് നോക്കാനുള്ള സമയം കിട്ടത്തില്ല. കുട്ടികൾക്ക് അതൊന്നും നോക്കത്തില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുടിക്കുന്നതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒരു പാരമ്പര്യം പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജനങ്ങൾ പാരമ്പര്യമായിട്ട് കള്ളരുടെ കൂട്ടത്തിൽ പറഞ്ഞവരാണ്. എന്ന് വെച്ചാൽ മോഷ്ടിക്കുന്നവർ. ഞങ്ങളുടെ ജനങ്ങൾ പറയും അച്ഛൻ ചെയ്യുന്ന പണിയാണ് മോന് ചെയ്യണം എന്നെല്ലാവരും പറയും. ഡോക്ടറാകുന്നവൻ്റെ അടുത്ത് പറയും ഡോക്ടറാകണമെന്നും. അങ്ങനെ ഓരോ പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ ജനങ്ങളിൽ പറയും അച്ഛൻ നല്ല ഒരു മോഷ്ടാവാണ്, നീനും ഒരു നല്ല ഒരു മോഷ്ടാവാകണം. അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ അതുമാത്രമല്ല, ഈ കാടിൻ്റെ അകത്തൊക്കെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിലൊക്കെ ഈ മോഷണത്തിന് പോകുന്നതിന് മുമ്പേ ഇവരൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറേ പന്നികളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ പന്നികളെ കാട്ടിനകത്ത് വെച്ച് തന്നെ വെട്ടി മുറിച്ച് 4-5 പീസുകളാക്കിയിട്ട് എല്ലാവരും അത് വേവിച്ച് കഴിച്ച് തിന്നിട്ട് അതിൻ്റെ രക്തം എടുത്തുകൊണ്ട് കൊണ്ടുപോയി തീയിലിട്ട് കൊളുത്തി തീ വെച്ചിട്ട് അതിന് ശേഷമാണ് രാത്രിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ എവിടെ ഏത് നാട് ഏതെന്നൊന്നും നോക്കത്തില്ല. എൻ്റെ അമ്മാവനൊക്കെ ഒരുപാട് ക്രൂരവൃത്തി ചെയ്ത മനുഷ്യനാണ്. അന്നൊക്കെ ഈ ആനയുടെ ഈ കുതിരയുടെയൊക്കെ വ്യാപാരം ചെയ്യുന്ന സ്ഥലത്തിലേക്ക് പോയി ഇവർ മടിയിൽ കിടക്കുന്ന പണത്തെ അറുത്തുകൊണ്ട് വരുന്ന ഒരു സമയത്ത് എൻ്റെ അമ്മാവൻ എന്ത് ചെയ്തു, ആ പണം മാത്രം അറുത്തില്ല, പുള്ളിക്കാരൻ്റെ ആ ജീവനാടിയും കൂടി ചേർത്ത് അറുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ കാത് തമിഴ്നാട്ടൊക്കെ നോക്കി അറിയും. ഈ തണ്ടാട്ടി എന്ന് പറയുന്ന സാധനം കാണും. ഇതൊക്കെ ജീവനോട് പരിച്ചുകൊണ്ട് വരുന്നു. അതിനകത്തിരിക്കുന്ന രക്തമൊക്കെ എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അതിനുള്ള പൈസ കൊണ്ടുവന്ന് കുറേ ദിവസം അടിച്ചു പൊളിക്കുകയും പിന്നെ അങ്ങനെയാണ് ഞങ്ങളുടെ ജനങ്ങളുടെ പാരമ്പര്യം. അതിൽ പെട്ടതായിരിക്കുന്ന ഞാനും ഒരു കാലഘട്ടം വന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കുവാനിടയായി. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഈ 3 വകയിൽ എന്തെങ്കിലും ഉണ്ടാകണമല്ലോ. ഇത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? പോകുന്നിടത്തൊക്കെ വെറുക്കുന്നുണ്ടല്ലോ, എല്ലാവരും നമ്മൾ ആരും അംഗീകരിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു മനസ്സിലൊരു വെപ്രാളമുണ്ടായി. അതിനപ്പുറമാണ് വലിയൊരു പ്രശ്നമുണ്ടായി. എനിക്ക് 3 ചേട്ടന്മാരുണ്ട്. ഈ 3 ചേട്ടന്മാർക്കും പണി ഇതാണായിരുന്നു. അവർക്ക് വെള്ളടിക്കും, അവർ പോയി ചെയ്യും, മോഷ്ടിച്ചു വരും, ഉള്ളപ്പോൾ തിന്നും, ബാക്കിയുള്ളപ്പോൾ കുടിച്ച് കിടക്കും. ഇങ്ങനെയാണ് അവരുടെ ജീവിതമായിരുന്നു. ഒരു ദിവസം അവരെ 3 പേരെയും പിടിക്കുവാനിടയായി പോലീസുകാർ. പിടിച്ച് ജയിലിലാക്കിയ ശേഷം എൻ്റെ അമ്മ പറഞ്ഞല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെ ശേഖരിച്ച് വെച്ച് ഒരു സ്ഥലം മേടിച്ചു. ആ സ്ഥലത്തിൻ്റെ ആധാരം കൊണ്ടുപോയി അടമാനം വയ്ക്കുവാനിടയായി. അപ്പോഴൊക്കെ എനിക്ക് മോഷ്ടിക്കുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട്
അതിനെ കൊണ്ടുപോയി അവരെ വീട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ വീട്ടാൻ പറ്റിയില്ല. അതിനുശേഷമായിട്ട് ആ കടം കൊടുത്തവർ വന്ന് എൻ്റെ അമ്മയെ അടിക്കുകയും തല്ലുകയും ചെയ്തു. പണം താ, ഇല്ലെങ്കിൽ വീട് കാലിയാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു 18-19 വയസ്സ് കാണും. എൻ്റെ മനസ്സിലൊരു വെപ്രാളം, ഭയങ്കര ദേഷ്യം തോന്നി, വൈരാഗ്യം തോന്നുവാനിടയായി. അപ്പോഴാണ് ഈ പിശാചെന്ന് പറയുന്നത് എൻ്റെ അകത്തേക്ക് കയറുവാനിടയായി. മുമ്പേ ഉണ്ടായിരുന്നു ഒരുപാട്, പക്ഷേ അതിനെക്കാട്ട് വീര്യം തോന്നുവാനിടയായി. തോന്നിയ ശേഷം ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പണം ഉണ്ടാക്കാം എന്ന്. അങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു പുറപ്പാടായിരുന്നു. ആ പുറപ്പാടിന് മുമ്പ് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് ഭയങ്കര എന്തിനും മടിക്കാത്ത ഒരു മനുഷ്യനായി മാറിത്തീരുവാനിടയായി. എൻ്റെ ശരീരത്തെ തന്നെ ഞാൻ തല്ലിച്ചതയ്ക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഞാൻ പോകുവാനിടയായി. എന്ന് വെച്ചാൽ ഒരു ഒരുക്കമുണ്ടാകാൻ വേണ്ടി എൻ്റെ തലയിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, കുപ്പികൾ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ബീർ ബാട്ടിലിൻ്റെ കുപ്പികളൊക്കെ തല്ലി പൊട്ടിച്ച് അതിൻ്റെ തലയിൽ ഞാൻ പൊട്ടിക്കും. മുകളിൽ എറിഞ്ഞിട്ട് തലയിൽ പോയി മോതും, കല്ലിലെടുത്ത് ഇടിക്കും, നെഞ്ചത്ത് കല്ല് കൊണ്ട് ഇടിക്കും. എൻ്റെ കയ്യിലൊക്കെ ഇടാത്ത സ്ഥലങ്ങളില്ല. ഈ കാലിൽ നോക്കിയാലും ഒരു 1.5 ഇഞ്ച് ആഴം ഇപ്പോഴും ഉണ്ട്, എൻ്റെ നെറ്റിയിലുണ്ട്. അങ്ങനെ ഒരു ഒരുക്കത്തിലേക്ക് വന്നപ്പോൾ ഒരു ദിവസം ഈ രക്തം എങ്ങനെ കാണും, രക്തം ചുവപ്പ് കൊണ്ടാണ്, പക്ഷേ രക്തം മണത്ത് നോക്കുന്നതിനെക്കാട്ട് കുടിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ബ്ലേഡ് എടുത്ത് തൊണ്ടയ്ക്കകത്ത് ഇറക്കിയിട്ട് ആ തൊണ്ടയ്ക്കകത്തിരുന്ന് രക്തം എടുത്ത് ഞാൻ ഒരു ദിവസം മുഴുവനും കുടിച്ചു നോക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു പ്രാന്തനെ പോലെ ആയിക്കഴിഞ്ഞു. ഒരു പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ തള്ളപ്പെടുന്ന സമയങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുവാനിടയായി. അപ്പോഴാണ് ഒരു തീരുമാനം എടുത്തത്, പണമുണ്ടാക്കാമെന്ന്. അങ്ങനെ പണമുണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു വഴിയായിരുന്നു മോഷ്ടിക്കാനിടയായി. മോഷ്ടിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയുടെ അടുത്ത് മോട്ടിച്ചു, പിന്നെ അപ്പൻ്റെ അടുത്ത് മോട്ടിച്ചു, സഹോദരന്മാരുടെ മോട്ടിച്ചു, സഹോദരിയുടെ അടുത്തൊക്കെ മോട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ ഒരു മോഷണം ഉണ്ടാക്കിയാൽ നമുക്ക് വലിയതായിട്ട് ജീവിക്കാം, പണക്കാരനായിട്ട് ജീവിക്കാം എന്നുള്ള തീരുമാനമെടുത്തു. ഞങ്ങൾ കുറേ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് ചേർന്നു. നാട്ടിലും വീട്ടിലും പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ മോഷ്ടിക്കുവാനിടയായി. 2001 മുതൽ 2005 വരെ ഒരു പുറപ്പാടായിരുന്നു. ഒരു കുഞ്ഞിൻ്റെ കഴുത്തിൽ കിടക്കുന്നതൊക്കെ വലിച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. സഹോദരിമാരൊന്നും നോക്കത്തില്ല, സഹോദരന്മാരൊന്നും നോക്കത്തില്ല, ആരെയും വകവയ്ക്കത്തില്ല. മേലെ നോക്കിയ വാണം, കീഴെ നോക്കിയ ഭൂമി എന്ന ഒരു രീതിയിലേക്ക് ഒരു പുറപ്പാടായിരുന്നു. ആ പുറപ്പാടിൻ്റെ അവസാനം എവിടെ വന്ന് എത്തിയെന്ന് വെച്ചാൽ കാരാഗ്രഹത്തിലേക്ക് വന്ന് എത്തേണ്ട അവസ്ഥയിലേക്ക്. 2005 വരെ ഞാൻ ഒറ്റ ഓട്ടമായിരുന്നു. 4 കൊല്ലമായിട്ട് ഒരു ജോലിയുമില്ല, കൂലിയുമില്ല. കിട്ടുന്ന പണം ദൂർത്തടിക്കും, ഇഷ്ടം പോലെ ജീവിക്കും, തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകും. ഉള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കും, ഇല്ലാത്തവർക്ക് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു. കുറേയൊക്കെ പണമൊക്കെ ശേഖരിച്ച് വെച്ചു. പക്ഷേ അവസാനം 2005 8-ാം മാസം 28-ാം തീയതി രാത്രിയിൽ വെച്ച് നമ്മൾ ഈ അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് ഒരു അവസാനം ദൈവം കുറിച്ച് വെച്ചിരുന്നു. ആ അവസാനം വരെ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഓടുവാനിടയായി. പക്ഷേ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ സമയം വരുമ്പോൾ എന്നെ അവിടെ വെച്ച് പൂട്ടുവാനിടയായി. 2005 8-ാം മാസം 28-ാം തീയതിയാണ് അവസാന ദിവസം. DSPയുടെ വീട്ടിലോട്ട് കയറുവാനിടയായി. ഒരു റിട്ടയർമെൻറ്റിൻ്റെ DSPയുടെ വീടായിരുന്നു. അവരെ കയറി ഞങ്ങൾ അവരുടെ ഭാര്യയുടെ കഴുത്തിൽ നിന്ന് മാലയും പിടിച്ച് മേടിച്ചു. പുള്ളിക്കാരനും തലക്കിയിട്ട് അടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചാടിപ്പോകുവാനിടയായി. പോയ ശേഷം ഒരു 8 മണിക്കകത്ത് തന്നെ എന്നെ ഒറ്റ ആളാണ് ഓടി വന്ന് പിടിക്കുവാനിടയായി. 4 കൊല്ലമായിട്ട് ഒരുത്തരും പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ ഒരു യാത്രയായിരുന്നു. എന്നെ ചുറ്റിൽ 10 പേര് നിന്നാലും ഒരു ഭയമില്ലാതെ അവരുടെ ഇറയിലേക്ക് ഇറങ്ങിപ്പോയി ചെയ്യേണ്ട ഒരവസ്ഥയിൽ ഞാൻ ഒരു മാനസിക ഇതായിപ്പോയി. അങ്ങനെ ഒരു രീതിയിലേക്ക് മെൻറ്റാലിറ്റിയിലേക്ക് കടന്നു വന്നപ്പോൾ അവസാനം എന്നെ പിടിച്ചത് ഒരു സാധാരണ ഒരു 6 മാസത്തിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്ന ഒരു പോലീസുകാരനായിരുന്നു. ഞാൻ ഇന്ന് അതിന് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അന്ന് എന്നെ പിടിച്ചത് ഒരു സാധാരണ പോലീസല്ല, സർവശക്തനായ ദൈവമാണെന്ന് എന്നെ പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കാരണം അന്ന് പിടികിട്ടിയില്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു മനുഷ്യനായി നിങ്ങളുടെ മധ്യയിൽ ഈ സാക്ഷ്യം പറയുവാൻ എനിക്ക് ഒരു അവസരം കിട്ടിയില്ലായിരിക്കും. പക്ഷെ അന്ന് ദൈവം അങ്ങനെ കുറിച്ചു വെച്ചു. എന്നെ കൊണ്ടുപോയി അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ആക്കുവാനിടയായി. അവിടെ വെച്ചാണ് അടുത്ത ഘട്ടങ്ങളിലേക്ക് കടന്നു പോകുന്നു. ദൈവവചനം ഇങ്ങനെ പറയുന്നു, നന്മ വിതച്ചാൽ നന്മ കൊയ്യും, തിന്മ വിതച്ചാൽ
തിന്മ കൊയ്യുമെന്ന് പറയുന്നത് പോലെ ഞാൻ വിതച്ചതൊക്കെ എനിക്ക് കൊയ്യേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. ഞാൻ ആരെയും വക നോക്കാതെ ചെയ്ത കാര്യത്തൊക്കെ തിരിച്ച് എൻ്റെ ശരീരത്തിലേക്ക് പോലീസുകാർ മുഖാന്തരം കൊയ്യുവാൻ ഇടയായി. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ പോലീസുകാരുടെ കൈയും കാലും പടാത്ത സ്ഥലങ്ങളില്ല, പോലീസുകാരുടെ ബൂട്ട്സ് കാൽ പടാത്ത സ്ഥലങ്ങളില്ല. ഡെസ്കിനകത്ത് എന്നെ നിരത്തി കിടത്തി വെച്ചിട്ട് ഒരു 10 പോലീസുകാർ റൗണ്ട് നിന്നുകൊണ്ട് ഒരു ഭാഗത്തിൽ അടിയും. ആ സമയത്താണ് തിരുവനന്തപുരത്ത് ഉരുട്ടിക്കൊല കേസ് നടക്കുന്നത്. അതുകൊണ്ട് എന്നെ ഉരുട്ടിക്കൊല്ലുവാൻ ദൈവം സമ്മതിച്ചില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. ഒന്നാം തരം മുളകപ്പൊടി അരച്ചു വെച്ചിട്ട് കണ്ണിൽ വരെ ഒഴിക്കാനിടയായി, കാതിൽ ഒഴിക്കുവാനിടയായി, മൂക്കിൽ ഒഴിക്കുവാനിടയായി, വായിനകത്ത് ഒഴിക്കാനിടയായി. പറയാൻ പറ്റാത്ത സ്ഥലത്തിലൊക്കെ അവർ ഒഴിച്ച് നോക്കി. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ വായിൽ നിന്ന് ഒരു സത്യം പോലും പറയുവാൻ അവർക്ക് സാധിച്ചില്ല. എന്ത് ചെയ്യേണ്ടെന്ന രീതിയിലേക്ക് അവർ എല്ലാ പ്രവണങ്ങളും എൻ്റെ ശരീരത്തിലേക്ക് എടുക്കാറുണ്ട്. 42 ദിവസം ഒരു ചെറിയ മുറിനകത്ത് കിടത്തി വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും അവർ വരും, കൊണ്ടുപോകും, മുറിക്കകത്ത് വെച്ച് തല്ലും, പിന്നെ കൊണ്ടുവന്ന് ഇടും. ഇതാണ് അവരുടെ പരിപാടിയായിരുന്നു. എന്ന് വെച്ചാൽ വെള്ളടിക്കുന്നവരൊക്കെ ഒരു സ്വഭാവം ഉണ്ടാകണമല്ലോ. അവർക്ക് വെള്ളടിക്കുമ്പോഴൊക്കെ എന്നെ തൊഴുവാൻ വേണ്ടി അവർ കടന്നു വരുവാനിടയായി. എൻ്റെ മുടിയൊക്കെ ഇങ്ങനെയല്ലായിരുന്നു, നല്ല മുടികളായിരുന്നു. പക്ഷേ 2 സൈഡ് മുടി പിടിച്ച് വലിച്ചു വെച്ചിട്ട് എൻ്റെ മുടി നിൻ്റെ മുടി ഇല്ലാതെ ആക്കുവാടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് 42 ദിവസം അങ്ങനെയാണെന്ന്. രാത്രിയിലാണ് ഞങ്ങളെ പുറത്തിറക്കും, പകൽ ഇറക്കത്തില്ല. രാത്രിയിൽ ഇറക്കിയിട്ട് പിന്നെ കൊണ്ടുവന്ന് വിടും. ഒറ്റ ദിവസം ആകുമ്പോൾ എൻ്റെ കണ്ണീരിന്ന് ഒരു തുളി കണ്ണുനീരങ്ങൾ ഇവനെ കാണാതെ നമ്മൾ വിടരുതെന്ന് പോലീസുകാർക്ക് വൈരാഗ്യം ഉണ്ടായി. പക്ഷേ ഇവർ അടിക്കും തോറും, എൻ്റെ ശരീരത്തിൽ അടികൊള്ളും തോറും എൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന വൈരാഗ്യം കൂടിയാണ് വരുന്നത്. കുറയുന്ന ഒരു അനുഭവം പോലും ഇല്ല. ഇത് അവസാനം കൊണ്ടുപോയപ്പോൾ വേറെ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ അടി സഹിക്കാൻ പറ്റാതെ എല്ലാ കേസും ഏറ്റു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നു. പിന്നെ എൻ്റെ മേൽ ഒരു 60ഓളം കേസുകൾ അവർ വയ്ക്കുവാനിടയായി. 60ഓളം കേസ് കൊണ്ടുപോയി വെച്ചയച്ചിട്ട് 42 ദിവസം കഴിഞ്ഞ് എന്നെ ജയിലിനകത്ത് കൊണ്ടുപോയി ഇടുവാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഒരു ചോദ്യം മജിസ്ട്രേറ്റ് ചോദിച്ചു, എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയാമോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല സാറേ എന്ന് പറഞ്ഞു. എനിക്കൊന്നും അറിയില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് മജിസ്ട്രേറ്റ് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ജയിലിടിഞ്ഞാൽ നീ എന്ത് ചെയ്യില്ല, പുറത്ത് ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവരെന്തോ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് ഞാൻ പോലീസുകാരനെ ഫ്രണ്ടിൽ വെച്ച് എന്നിട്ട്, സാറേ 10 കൊല്ലം എന്നെ അകത്ത് ഇടുവോ, ഞാൻ അതിന് ശേഷം പുറത്ത് വരവില്ലേ സാറേ, അപ്പോൾ പിന്നെ സാർ എന്ത് ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കോടെ. അപ്പോൾ സാറ് പറഞ്ഞു, നീ ഇവിടെ വരണ്ട, വേറെ സ്ഥലത്തിലോട്ട് പോ, അവിടെ വന്ന് പിടിച്ചിട്ട് ഞാൻ നിന്നെ കേസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. 6 മാസമായിട്ട് ഒരു 45 ദിവസം ഒരു മുറിക്കകത്ത് കിടന്നിട്ട് എൻ്റെ മോളിൽ അപ്പോൾ 1 വയസ്സായിരുന്നു. എൻ്റെ മോളെ കാണാൻ സാധിച്ചിട്ടില്ല, ആരെയും അവർ കാണിച്ചിട്ടില്ല. ഇവർ തീരുമാനം എടുത്തു, ഇവരെ കൊണ്ടുപോയി റെയിൽവേ ട്രാക്കിൽ ഇട്ടേക്കാം, ഇനി വെളിയിൽ വന്നാലും ഇതാണ് പരിപാടി എന്നൊക്കെ തീരുമാനിച്ചു. പക്ഷേ സ്വർഗം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ അവിടെ വെച്ച് സഹായിച്ചു. ഇന്ന് എനിക്ക് പറയുവാൻ കഴിയും, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടെന്ന് ദൈവം പറഞ്ഞതുപോലെ, ദൈവവചനം പറയുന്നത് പോലെ എന്നെ ദൈവം കണ്ടതുകൊണ്ട് എന്നെ കൊണ്ടുപോയി കൊല്ലാതെ കൊണ്ടുപോയി കോടതി കൊണ്ടുപോയി ആക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഈ 45 ദിവസം അടിയായിരുന്നു. അത് കഴിഞ്ഞ് ചവിയിൽ കൊണ്ടുപോ, അവിടെയും അടിയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു പെരുമയ്ക്കാകല്ല, പക്ഷേ തെറ്റ് ചെയ്ത ശിക്ഷ ഉണ്ടെന്നതിനെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെയാണ് എല്ലാം സംഭവിച്ചു. അപ്പോൾ അകത്ത് കിടന്നിട്ട് 3 പ്രാവശ്യം ഞാൻ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. മരിക്കാൻ ദൈവം അനുവദിച്ചില്ല. 3 പ്രാവശ്യവും ഈ നരമ്പ് മുറിക്കാൻ ആഗ്രഹിച്ചു, ആ ദൈവം അനുവദിച്ചില്ല. കുപ്പിച്ചില്ല് കൊണ്ടുവന്ന് മുറിച്ചിട്ട് ചോറിനകത്ത് വെച്ച് കഴിച്ചേക്കാന്ന് വിചാരിച്ചു, അതും സാധിച്ചില്ല. പിന്നെ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല, കുടുംബം കാണാൻ പറ്റുന്നില്ല എന്ന് വെപ്രാളത്തോട് അങ്ങനെ ജീവിച്ച് വരുമ്പോഴാണ് അവിടെ നിന്ന് ഞങ്ങളെ ചെറിയ ജയിലിൽ ഉള്ളപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ദിവസം പുറത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് വിട്ടിട്ടാണ് അവിടെ നിന്ന് പത്തനംതിട്ട സബ് ജയിലിൽ നിന്ന് ഞങ്ങളെ സെൻട്രൽ ജയിലിലോട്ട് മാറ്റുവാനിടയായി. ആ സെൻട്രൽ ജയിലിൽ മാറ്റപ്പെടുമ്പോൾ വരുന്ന വടി കൂടി നിങ്ങളൊക്കെ ഇവിടെ കണ്ടാൽ മനസ്സിലാവും. സെൻട്രൽ ജയിലിൽ നോക്കിയാൽ ഏതൊരു മനുഷ്യനും പേടിയുണ്ടാകും. ഞാൻ വിചാരിച്ചു, തീരുമാനിച്ചു, ഇനി ജീവിതമില്ല, ഇനി പുറലോകം കാണാൻ പറ്റത്തില്ല, മജിസ്ട്രേറ്റ് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് അകത്തേക്ക് കൊണ്ടുപോയി ഇടുന്നത്. അവിടെ ഒരു കിളിവാതിൽ എന്നൊരു സ്ഥലമുണ്ട്. ആ കിളിവാതിലിൽ അകത്ത് കയറുമ്പോൾ തന്നെ അവർ ഇടിക്കുവാൻ തുടങ്ങി. അവിടെ നിന്ന് ടവർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിയും പൊടിയുമായിരുന്നു. 6 മാസമായിട്ട് ഞാൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. ഞാൻ നടക്കണമെങ്കിൽ പെറ്റി പിടിച്ചുകൊണ്ട് എഴുന്നേക്കണം, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരു കൈത്താങ്ങൾ തന്നേ ഇടിക്കും. കാരണം അവർ അത്രയ്ക്ക് എന്നെ ഇടിച്ച് ഈ കിഡ്നിയൊക്കെ പഠിപ്പിച്ചായിരുന്നു. അതിൽ നിന്നൊക്കെ ദൈവം ഇതുവരെ ഹോസ്പിറ്റലിൽ പോകാൻ ദൈവം സമ്മതിച്ചില്ല. അനുഗ്രഹമായിട്ട് ദൈവം നടത്തുന്നു. അവിടെ പോയി കിടക്കുമ്പോഴാണ്
എല്ലാവരും പറയുന്നു കമ്പി എണ്ണി നടക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഞാനും ഒരു കമ്പിയുടെ മുറ്റത്ത് ഇങ്ങനെ കമ്പിയും പിടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് എല്ലാം പോയി, എല്ലാം കഴിഞ്ഞു, ഇനി ജീവിതമില്ല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മരിക്കാം എന്നുള്ള തീരുമാനത്തോടാണ് നിൽക്കുന്നത്. ആ സമയത്താണ് ആ ജയിലേറിയയിൽ കിടക്കുന്ന ഒരു സഹോദരൻ ആ ഒരു ട്രാക്ടറുമായിട്ട് ഇങ്ങനെ കടന്നു വരുന്നു. വഴി കൂടി കടന്നു വന്നിട്ട് എല്ലാവരും പറയുന്നു ഇനി പുറത്തു പോകത്തില്ല. വെച്ചാൽ 60 കേസിൽ പ്രതിയാണ്. ഓരോ കേസുകളും പല്ല് പോയതും കൈ പോയതും കണ്ണു പോയതും അടിയും പിടിയുമുള്ള കേസുകളാണ്. എൻ്റെ കേസ് കെട്ടുകൾ ഇപ്പോൾ നിങ്ങൾ നോക്കിയാലും തിരഞ്ഞെടുക്കാൻ അറിയാൻ പറ്റും. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അപ്പം അതിനുശേഷമാണ് എല്ലാവരും എന്നെ വെറുക്കുന്നതായിരുന്നു. ഇവനൊക്കെ മനുഷ്യനാണടാ, ഇവൻ തലിക്കടിക്കാരനാണെന്ന് പറഞ്ഞ് എന്നെ വെറുക്കുമായിരുന്നു. പക്ഷെ ഒരു മനുഷ്യൻ മാത്രം എന്നോട് പറഞ്ഞ ഒറ്റ വാക്കാണ് ഇന്ന് ജീവനോട് ദൈവം നിൽക്കുവാൻ ഇടയാക്കുന്നുണ്ട്. ആ വാക്കെന്ന് വെച്ചാൽ യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആ സഹോദരൻ എന്നോട് പറയുവാനിടയായി. യേശു നിന്നെ സ്നേഹിക്കുന്നു, നിനക്കൊരു വിടുതൽ തരാൻ ഒരു ദൈവമുണ്ടെന്ന്. ഈ നിന്നെ ആരും സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് യേശു എന്ന് പറയുവാനിടയായി. എന്നാൽ നമ്മളെ എല്ലാവരും ഇങ്ങനെ വെറുക്കുമ്പോൾ ഈ യേശു മാത്രം എങ്ങനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ഒരു ചർച്ചിലോട്ട് പോകുവാനിടയായി. അതിനകത്തൊരു ചർച്ചുണ്ട്. ആ ചർച്ചിലോട്ട് പോയപ്പോൾ എല്ലാവരുടെ വാക്ക് കേട്ടപ്പോൾ മറ്റവർ പറഞ്ഞു തീർന്നെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് പോയപ്പോൾ എല്ലാവരും പറഞ്ഞു നിന്നെ വിടുവിക്കാനുള്ള ദൈവമുണ്ടെന്ന് പറയുവാനിടയായി. അപ്പോൾ ഒരു വ്യത്യാസത്തെ എനിക്ക് അവിടെ കാണുവാൻ സാധിച്ചു. എന്താണ് ഇങ്ങനെ ഇവർ മാത്രം ഇങ്ങനെ പറയുന്നുണ്ടെന്നല്ലോ, അപ്പോൾ ഇതിനെ നമ്മൾ സേവിച്ച് നോക്കാമെന്ന് പറഞ്ഞു നോക്കിക്കൊണ്ടാണ് ഞാൻ രാത്രിയിൽ കിടന്ന് ഉറങ്ങുവാനിടയായി. രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാ ദൈവങ്ങളെ വിളിക്കുമായിരുന്നു. എല്ലാ ദൈവങ്ങളെ വിളിച്ചിട്ട് അവസാനം യേശുവേ എന്നെ നോക്ക് എന്ന് പറഞ്ഞിട്ട് കിടക്കുമായിരുന്നു. പക്ഷേ രാത്രിയിൽ 6 മാസം എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥന പോലെ ആകേണ്ട ഒരു അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടു. പക്ഷെ ഒരു ദിവസം അത് മാറ്റി തിരിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി. എല്ലാവരും പറയുന്നുണ്ടല്ലോ യേശുവിൻ്റെ മാത്രം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിനോടൊത്ത് പ്രാർത്ഥിച്ചു. എന്നെ വിടുവിക്കാൻ ദൈവത്തിന് കഴിയുമോ എന്നുള്ള ചോദ്യത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ കിടന്നു ഉറങ്ങുമ്പോൾ എനിക്കൊരു സ്വപ്നം വരുവാനിടയായി. സ്വപ്നം വേറെ ഒന്നും വന്നില്ല. ഒരു 2 അമ്പലങ്ങളെ ഇങ്ങനെ കാണിച്ചു. ഒന്ന് അമ്പലം, ഒന്ന് ചർച്ചിനെ കാണിച്ചു. ചർച്ചാണ് എൻ്റെ ഫ്രണ്ടിലോട്ട് കയറി വരുന്നു, അമ്പലം പുറത്തോട്ട് പോകുന്നു. അങ്ങനെ പോയ ഒരു അനുഭവം കണ്ടപ്പോൾ അതിനപ്പുറം ഒരു അന്ധകാരത്തെ കാണുന്നുണ്ട്. അതിനകത്ത് വലിയൊരു വെളിച്ചം. അപ്പോൾ ആ വെളിച്ചമാണ് എന്നെ ആകർഷിച്ചത്. ആ വെളിച്ചം തന്നെ ഈ വെളിച്ചത്തിലേക്ക് പോയാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഉണർവാനിടയായി. ഉണർന്ന ശേഷം അപ്പോൾ അതിനുശേഷം തുടർച്ചയായിട്ട് ചർച്ചിലോട്ട് പോകുവാനിടയായി. ആ ജയിലേറിയയിൽ തന്നെ ചർച്ചിൽ പോകുവാനുള്ള അവസരമുണ്ടായിരുന്നു. അങ്ങനെ പോയി ദൈവത്തെ അധികമായിട്ട് അറിയുവാൻ അവിടെ ഒരു സ്ഥലമുണ്ട്, അറിയുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നാണ് കുറേ ദൈവദാസന്മാരൊക്കെ എനിക്ക് പരിചയമായി. അതിലെ ഒരു ദൈവദാസനാണ് ഇപ്പോൾ അവരുടെ വീട്ടിലാണ് ഞാൻ എന്നോടിരിക്കുന്നു. സാബു എന്ന് പറയുന്ന പാസ്റ്ററാണ് എന്നെ അവിടെ വന്ന് കാണുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു. അവിടെ ഒരു ദൈവവചനം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് കിടക്കുന്ന ഒരു വചനമാണ്. അതിനെ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിക്കാറുണ്ട്. 119 സംഗീതത്തിൽ 83 വചനമാണ്. അതായത് വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ പുകയത്തിൽ വെച്ച് തുരുത്തി പോലെ ആയി, എങ്കിലും നിന്റെ ചട്ടങ്ങൾ ഞാൻ മറക്കുന്നില്ല എന്ന വചനമാണ് ദൈവദാസൻ പ്രസംഗിച്ചത്. ആ വചനം എന്നെ ഒരുപാട് ആകർഷിച്ച് അകത്തേക്ക് വരുവാനായി. അതിനുശേഷം ആഴ്ച തോറും അവിടെ ആരാധന ഉണ്ടായിരുന്നു. ആരാധനയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ മോസസ് പാസ്റ്റർ എന്ന് പറയുന്ന ഒരു ദൈവദാസനകത്ത് വരുവാനിടയായി. അവരുമായിട്ട് നല്ല സൗഹൃദമുണ്ടായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കേസിലേക്ക് വിധി വരുവാനിടയായി. വിധി വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു ദൈവം വിടുവിക്കും. എപ്പോൾ പോകാൻ നാളെ പോകാൻ ഉള്ള വിശ്വാസമാണ് എന്നെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയത് വിടുതലല്ല, ശിക്ഷയായിരുന്നു. ശിക്ഷ എന്ന് വെച്ചാൽ സാധാരണപ്പെട്ട ശിക്ഷയില്ല. 43 കേസിൽ 43 കേസ് മാറ്റിവെച്ചിട്ട് കിട്ടിയത് 30 കൊല്ല ശിക്ഷയാണ് എനിക്ക് കിട്ടുവാനിടയായത്. 30 കൊല്ല ശിക്ഷയെ പിടിച്ചതിന് അകത്ത് വരുമ്പോൾ പറഞ്ഞു എല്ലാവരും സ്വന്തം ജാമ്യം എടുത്ത് പോകാൻ പറഞ്ഞു. എങ്ങനെ സ്വന്തം ജാമ്യം എടുക്കുന്നതെന്ന് വെച്ചാൽ മുളകാപ്പൊടി ഞാൻ ഉണ്ടാക്കി തരാം, പോലീസുകാരുടെ കണ്ണിൽ തൂക്കിയിട്ട് ചാടിപ്പോകാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ അന്നേരം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ തെറ്റ് ചെയ്തു, പാവം ചെയ്തു, ഞാൻ പാവിയായിരുന്നു. പക്ഷേ എന്നെ ദൈവം രക്ഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ വിടുവിച്ചാലും മരണമുണ്ടായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രാത്രിയിൽ കിടന്ന് ഉറങ്ങുവാണ്ടായി. അപ്പോൾ എനിക്ക് ദൈവവചനം ഇങ്ങനെ സംസാരിക്കുകയാണ്. യേശയ്യാ എഴുതിയ പുസ്തകത്തിൽ 51-1 വചനം ഈ പ്രകാരം പറയുന്നു. അതായത് എന്നെ വിടുവിക്കാം
വിടുവിക്കാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തെയല്ല നീ സ്നേഹിക്കുന്നു എന്ന് ആ വചനം ഇങ്ങനെ പറയുന്നു. വിടുവിക്കപ്പെടുമ്പടിക്ക് കർത്തருடைய കൈ കുറുകി പോകുമില്ലേ, കേൾക്കக்கூடாத படிക്ക് என்னுடைய செவி മന്ദമാകവില്ലേ എன்ற ഒരു വചനം ഇങ്ങനെ പറയുന്നു. ആ വചനം എന്നെ തിടപ്പെടുത്തി പിന്നെയും ജീവിക്കാൻ ആഗ്രഹിച്ചു എന്ന് ബൈബിളിനെ ഇങ്ങനെ മറച്ചു വെച്ച് പോയി. പാവിയായ മനുഷ്യൻ ബൈബിൾ കൊണ്ട് പോകുന്ന ആൾക്കാർ പറയുന്നപ്പോൾ മറച്ചു വെച്ചപ്പോൾ ശിക്ഷ കിട്ടിയപ്പോൾ ഞാൻ നേരെ പിടിക്കുവാനിടയായി. നേരെ പിടിച്ചുകൊണ്ട് ധൈര്യമായിട്ട് അതിനകത്ത് സഞ്ചരിക്കാനിടയായി. കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥനാ വിഷയം മാറുവാനിടയായി. ഒന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിന്ത ഇതാണ്. അപ്പോൾ പുറത്തേക്ക് പോകുന്ന ആഗ്രഹം കൊണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറമായിട്ട് ദൈവം എൻ്റെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം തന്നു. ആ വെളിച്ചമാണ് എൻ്റെ ചിന്തയിലേക്ക് വന്ന വെളിച്ചം. അതിനകത്ത് കിടന്ന് തന്നെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ദൈവത്തോട് നടന്നുകൊണ്ടിരുന്നു. ഞാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് പുറത്തിറങ്ങിയ എന്നെ കാണുവാനും എന്നെ സ്നേഹിക്കുവാനും ഒരു കൂട്ടം ജനമുണ്ടെന്നാണ് ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത്. എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മോളുണ്ട്, അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. 2012 വരുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. കാരണം ഇത്ര വലിയ ശിക്ഷ മേടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ എന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കുഞ്ഞു മോളെ ഒരു 7-8 വയസ്സിരിക്കും ആ മോളെ നടു റോട്ടിലേക്ക് വിട്ടയച്ചിട്ട് അവൾ ഇറങ്ങിപ്പോവാനിടയായി. ആ പട്ടണത്തിൽ തന്നെ ജനങ്ങളെല്ലാം എൻ്റെ മോളെ നോക്കി കരയാത്ത ഒരു കുഞ്ഞുങ്ങളില്ല, ഒരു പിള്ളേർ പോലില്ല. എൻ്റെ മോളുടെ നിലവിളി കേട്ടയച്ചിട്ട് ആർക്കും മനസ്സലിഞ്ഞ് തോന്നിയിട്ടില്ല. സ്വന്തം അമ്മയ്ക്ക് പോലും അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. എൻ്റെ മോൾ വളർന്നത് ഭയങ്കര കഷ്ടത്തിലാണ്. എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയത് എൻ്റെ സ്വർഗത്തിൽ ദൈവമാണ് തിരിച്ചു കിട്ടി. ഞാൻ വെളിയിൽ വരുമ്പോൾ എൻ്റെ മോൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ കർത്താവ് സ്നേഹിച്ച് എന്നെ അനുഗ്രഹപ്പെട്ട ഒരു കുഞ്ഞായി ദൈവം എനിക്ക് മാറ്റി തന്നു. അപ്പോൾ അതിനകത്ത് അങ്ങനെ കടന്നു വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ഒരുപാട് ചേരുവാണ്ടായി. ഈ അവസ്ഥയിൽ കൂടി തന്നെ എൻ്റെ ഭാര്യയും പോയല്ലോ എന്ന രീതിയിൽ ചിന്തിച്ചപ്പോൾ ദൈവം എന്നെ ഒരു പിടി കൂടി ദൈവത്തോട് അടുക്കുവാനിടയായി. അപ്പം ഞാൻ ദൈവസമയത്ത് സമർപ്പിച്ച് കൊടുത്തു. ഇതിനകത്തിരുന്ന് ഞാൻ പുറത്തേക്ക് പോയാൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും എന്നുള്ള തീരുമാനം എടുക്കുവാനിടയായി. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിലെ ദൈവം വഴിവാസലുകൾ തുറക്കുവാനുള്ളതായി. ആരും ചിന്തിക്കാത്ത രീതിയിലേക്ക് ദൈവം അത്ഭുതം ചെയ്യുവാനിടയായി. 3 കേസ് ബാക്കി എല്ലാ കേസുകളും ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിക്കുവാനിടയായി. അത്ഭുതം എന്ന് വെച്ചാൽ ജയിലറിൽ എല്ലാവരും പറഞ്ഞവരുടെ വാക്കിലേക്ക് ദൈവം മാറ്റി എഴുതുവാനിടയായി. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള വഴി അവിടെ എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചു. അനേക പേരെ രക്ഷയിലേക്ക് ആ ജയിലറയിൽ കൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവരുവാൻ എന്നെ ദൈവം സഹായിച്ചു. അങ്ങനെ അനേകവരെ കൊണ്ടുവന്നത് മാത്രമല്ല, 2012 തൊട്ട് ഞാൻ അവിടെ ഒരു ശുശ്രൂഷകനായി മാറുവാനിടയായി. ദൈവം എന്നെ വിശ്വസ്തമെന്ന് എന്നെ പുറത്തിറക്കേണ്ട ഒരു അവസരം ദൈവം എന്നെ അറിയാതെ തന്നെ ഒരു അത്ഭുതം ചെയ്യുവാനിടയായി. ഞാൻ എന്നെ മോഷ്ടിച്ച് വെച്ച് പൈസ വെച്ച് എല്ലാം നോക്കി, എൻ്റെ ശ്രമമൊക്കെ നോക്കി, എല്ലാം പരാജയമായിരുന്നു. പക്ഷേ എന്നെ അറിയാതെ തന്നെ സ്വർഗത്തിലെ ദൈവം ഹൈക്കോടതിയിൽ 3 വക്കീലിനെ ഏൽപ്പിച്ചു. ആ 2 വക്കീൽ ആരാന്ന് പോലും എനിക്ക് അറിയില്ല. അത്ഭുതകരമായിട്ട് ആ 30 കൊല്ലം ശിക്ഷയിലിരുന്ന് സ്വർഗത്തിലെ ദൈവം എൻ്റെ ശിക്ഷയെന്ന് വെച്ചാൽ 30 കൊല്ലം മാത്രമല്ല, ബാക്കി ഒരു 30 കൊല്ലം ശിക്ഷ കൂടി എനിക്ക് കിട്ടി. 60 കൊല്ലമാണ്. മൊത്തം 90 കൊല്ലത്തിൻ്റെ ശിക്ഷയാണ് എനിക്ക് കിട്ടിയത്. മൊത്തം കണക്ക് കൂട്ടി നോക്കിയാൽ ഞാൻ ഒരു ആയുസ് കഴിഞ്ഞിട്ട് ಇನ್ನೂರು ആയുസ് അതിനകത്ത് കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ശിക്ഷ എനിക്ക് കിട്ടുവാനിടയായി. പക്ഷേ സ്വർഗം വിചാരിച്ചതിന് ശേഷം അത്ഭുതത്തിൻ്റെ വിടുതലിൻ്റെ കാലമായിരുന്നു. 2012 14 കൊല്ലം അകത്ത് തന്നെ കംപ്ലീറ്റ് കേസുകളും ദൈവം ഉടച്ചെടുത്ത് കഴിഞ്ഞു. പക്ഷേ അവിടെയും ഒരു ടെസ്റ്റ് വയ്ക്കുവാനിടയായി. എന്താണെന്ന് വെച്ചാൽ അവിടെ ജയിലറിൽ കിടക്കുന്ന പോലീസുകാരൊക്കെ ഇവനെ പുറത്തേക്ക് വിട്ടാൽ ഒരിക്കലും ഇവൻ നന്നാകത്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ശിക്ഷയൊക്കെ കുറച്ച് വന്നതൊക്കെ മറച്ചു വയ്ക്കുവാനിടയായി. സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് ഒരു ഡേറ്റ് കുറിച്ച് വെച്ചിരുന്നു. ആ തീയതിയാണ് 2014 2-ാം മാസം 1-ാം തീയതിയാണ് എനിക്ക് റിലീസ് ഡേറ്റ് വയ്ക്കുവാനിടയായി. അവിടെ നിന്ന് റിലീസാകുവാനിടയായി. 2014 തന്നെ 3-ാം മാസം 2-ാം തീയതി പിതാവ് കുമാരൻ പരിശുദ്ധ ആത്മാവിനാലെ ഞാൻ ജ്ഞാനസ്ഥാനം എടുക്കുവാനിടയായി. തിരുവനന്തപുരത്ത് തന്നെ ഒരു ദേവദാസനെ എടുത്തു. പിന്നെ 2 കൊല്ലമായിട്ട് വെളിയിൽ ജോലിയൊക്കെ ചെയ്യുവാനിടയായി. അതിനപ്പുറമായി ദൈവവിളി കേൾക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവവിളി കേട്ടയച്ചിട്ട് ഞാൻ ഇറങ്ങിത്തിരിച്ചു ദൈവത്തിന് വേണ്ടി. ഇറങ്ങിത്തിരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, എങ്ങനെ നീ ജീവിക്കും? ഒരു കുഞ്ഞുണ്ടല്ലോ, ഭാര്യയില്ല, പക്ഷേ ഒരു കുഞ്ഞുണ്ടല്ലോ എന്ന രീതിയിലേക്ക്. വെളിയിൽ ഇറങ്ങിയ ഉടനെ എല്ലാം സ്വീകരിക്കാനും എന്നെ സ്വന്തമായിട്ട് ഏറ്റുകൊള്ളും, എല്ലാവരും എന്നെ സ്നേഹിക്കുമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട്
വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയത്. പക്ഷേ ചേട്ടന്മാർ വന്നില്ല, ചേച്ചിമാർ വന്നില്ല. ഉടുക്കാൻ പോലെ ഒരു തുണിയിലായിരുന്നു. ജയിലറിൽ കിടന്ന പൈസ മേടിച്ചുകൊണ്ട്, ഒരു ശമ്പളം മേടിച്ച പൈസ വെച്ചുകൊണ്ട് ഒരു ഫാൻറ്റും ഒരു ഷർട്ടും മാത്രം ഇട്ടുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. ചോറ് തരാൻ ആളില്ല, ഭക്ഷണം തരാൻ ആളില്ല. ഒരു ചെറിയ മുറിക്കകത്ത് ഒരു 10 പേരാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. എൻ്റെ ചേച്ചിയും മക്കളൊക്കെ ഒരുമിച്ച് കിടന്നു. അങ്ങനെ മോളെ എൻ്റെ പുറത്ത് കിടന്നു. പക്ഷേ എൻ്റെ മോള് 10 വയസ്സ് വരെ എന്നെ അപ്പാന്ന് വിളിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അപ്പാന്ന് വിളിക്കാനുള്ള സമയത്തിന് മുമ്പേ ഞാൻ ജയിലറിയിൽ പോകുകയാണ്. അപ്പൻ്റെ സ്നേഹം എൻ്റെ മോൾക്ക് എന്താണെന്നറിയത്തില്ല. കുറേ സമയമായപ്പോൾ അമ്മയുടെ സ്നേഹം എന്താണെന്നറിയത്തില്ല. അവൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിപ്പോയി. പഠിക്കാൻ പോയപ്പോൾ പഠിത്തം ഒന്നുമില്ലായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞാൻ വായിക്കാൻ പറഞ്ഞപ്പോൾ മോള് വായിച്ചില്ല. പക്ഷേ ഞാൻ അവിടെ കൊണ്ട് ചോദിച്ചപ്പോൾ ഒരു തള്ളയുടെയും ഒരു തന്തയുടെയും ഉത്തരവാദിത്തം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാതെ നടന്നു പോയല്ലോ, ഇങ്ങനെയാണ് മോളായിരിക്കുന്നത് പറഞ്ഞ് അവളെ സൈക്കോളജിയിലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ കൊണ്ടുപോയില്ല. ഞാൻ ദൈവത്തോട് വെച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് എൻ്റെ മോള് ബൈബിൾ കോളേജാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അനുഗ്രഹപ്പെട്ട ഒരു കുടുംബത്തെ ദൈവം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി അതൊക്കെ തന്നു. ഒരു പകൽ കാലത്തിലൊക്കെ വിശപ്പും ഉണ്ടാകുമ്പോൾ ഞാൻ മുമ്പേ പിച്ചെടുക്കുമായിരുന്നു. പക്ഷെ വളർന്നു വന്നപ്പോൾ എങ്ങനെയാണ് പിച്ചെടുക്കുന്നത് നോക്കിക്കൊണ്ട് നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ വീട് വാതിലിലൊക്കെ മുറ്റത്തൊക്കെ പോയി നിൽക്കും, ഒരു ആഹാരം തരുമോ എന്ന്. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം പറയുന്നതാണ്. പക്ഷേ അതിൻ്റെ സ്ഥിതിയൊക്കെ ദൈവം ഇന്ന് മാറ്റി എന്നെ അത്ഭുതകരമായി ദൈവം വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ശുശ്രൂഷക്കാരനോ ഒരു പാസ്റ്റർ എന്നോ പറയുവാൻ എനിക്ക് എന്തൊരു ക്വാളിഫിക്കേഷനും ഇല്ല, യാതൊരു അർഹതയുമില്ല, എന്തൊരു യോഗ്യതയുമില്ല. ലോകപ്രകാരം നോക്കിയാൽ പാവിയാണ്, വെറുക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ദൈവം എന്നെ നോക്കിയത് പാവിയെ മാറ്റി സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പാവത്തിൽ നിന്ന് വിടുതലാക്കി. പക്ഷേ എന്നെ നോക്കുന്ന എല്ലാവരും കള്ളൻ എന്ന് വിളിക്കും, കള്ളൻ്റെ മോളാണ് എന്ന് വിളിക്കുന്നുള്ള രീതിയിലാക്കാൻ എൻ്റെ ജീവിതം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും പറയും ഇവൻ്റെ തലയെഴുത്ത് അങ്ങനെയാണ്, തലയിൽ ഒരു വറവുണ്ട്, ആ വറപ്രകാരം നടക്കുമെന്നാണ് എല്ലാവരും പറയും. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് മനസ്സിലായി അങ്ങനെ തലയിൽ ഒരു വറ എഴുതിയിട്ടുണ്ടെങ്കിലും അതേ മാറ്റി എഴുതുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് ഞാനൊരു സാക്ഷ്യമാണ്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറയട്ടെ, ഒരു നേരം ആഹാരത്തിന് ബുദ്ധിമുട്ട് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ 100 പേര് വന്നാലും ആഹാരം കൊടുക്കുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. എത്ര പേര് വന്നാലും എല്ലാവരും എന്നെ ഇപ്പോൾ പറയും, ആര് പറയും മഹാലിങ്ങിൻ്റെ വീട്ടിൽ പോയാൽ മതി, ഭക്ഷണം എപ്പോഴും കാണുന്നു. അതുമാത്രമല്ല 10 പൈസയ്ക്ക് പിച്ചെടുത്ത് നിന്ന് ഞാൻ ഇന്ന് ആര് വന്നാലും 100 രൂപ കുറയാതെ എൻ്റെ കയ്യിൽ നിന്ന് നിൽക്കുമ്പോൾ കൊടുക്കുവാൻ എന്നെ സഹായിച്ചു. അതിൻ്റെ എൻ്റെ സാമ്പത്തികമൊന്നല്ല, എല്ലാം ദൈവം നൽകിയതാണ്. ഇന്ന് 500 രൂപയുടെ വീട്ടിലാണ് ഞാൻ ആദ്യം വാടകയ്ക്ക് താമസിച്ചത്. ഒരു മുറ്റത്തിരുന്ന് കഞ്ഞി കുടിക്കാൻ കഴിയത്തില്ല, കാരണം അവിടെ തന്നെ എല്ലാവരും വന്ന് ഒഴുങ്ങും. തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയും, അവിടെയാണ് എല്ലാവരും വന്ന് അവരുടെ വേസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകുന്ന സ്ഥലമാണ്. വാട കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടന്നു, കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് ദൈവം, സ്വർഗത്തിലെ ദൈവം എന്നെ നല്ല ഒരു വലിയ വീട്ടിലേക്ക് ഇരിക്കാനുള്ള ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ വരും, ഞാൻ പറഞ്ഞല്ലേ, കേരളത്തിൽ വരുമ്പോഴൊക്കെ എവിടെ പോയി കിടക്കണം, ആരുടെ അടുത്ത് പോകണമെന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ 14 ജില്ലയിലും ഞാൻ എവിടെ പോയാലും അവരുടെ വീട്ടിനകത്ത് കിടക്കുവാൻ എന്നെ സഹായിച്ചു. എന്നെ ദൈവം അത്രമാത്രം ദൈവം മാറ്റി. നഷ്ടപ്പെട്ടു പോയ കുടുംബത്തെ ദൈവം തിരികെ തന്നു. ഇല്ലാതെ ദൈവം തിരിച്ചു തന്നു. പഠിത്തമില്ലാതെന്ന് പറഞ്ഞത് ദൈവം പഠിത്തം തന്നു. പേരെ പെരുമപ്പെടുത്തുവാൻ വചനം പറയുന്നത് പോലെ ഞാൻ വിചാരിച്ചത് ഈ 3 കാര്യം വേണമെന്ന്. പക്ഷേ ഈ 3 കാര്യത്തിലും ദൈവം എനിക്ക് സമൃദ്ധിയായി തന്നിട്ടുണ്ട്. പക്ഷെ പണമില്ലെങ്കിൽ പോലും റോട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ ഒരു പണക്കാരനെ പോലെ ദൈവം എന്നെ നടത്തുന്നുണ്ട്. എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന രക്തം പോലും ദൈവം തന്നാൽ, കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാവങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്ന ദൈവജനം പറയുന്നത് പോലെ പാവത്തിൽ ഉണ്ടാക്കിയ രക്തത്തേക്ക് പോലീസുകാരുടെ കയ്യിലും നാട്ടുകാരുടെ കയ്യിലും കൊടുത്തപ്പോൾ എന്നെ വീണ്ടും ജീവിക്കാൻ വേണ്ടി ആഗ്രഹം തന്നത് ആ യേശുവിൻ്റെ രക്തമായിരുന്നു. അത് ഇപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് പറയുന്നു. നല്ല അതിമനോഹരമായിരിക്കുന്ന ഒരു ദൈവം ഒരു ചെറിയൊരു ആലയത്തെ തന്നു. ആ
ആ ആലയത്തിനകത്ത് 30 വിശ്വാസികൾ ഞങ്ങളെ കുടുംബം അടുക്കയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാനാണ്. എൻ്റെ കുടുംബത്തിലെ എല്ലാവരും കുടിയാണ്, എല്ലാവരും കുടിക്കും. എൻ്റെ ചേച്ചി അടക്കം കുടിക്കും, എൻ്റെ ചേച്ചി മക്കളെല്ലാം കുടിയാണ്. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ട് പോയപ്പോൾ അതിൽ നിന്ന് അവരുടെ കുടിയിൽ നിന്ന് വിട്ടു, അവരുടെ മൂക്കുപൊടിയിൽ നിന്ന് വിട്ടു. ചീത്ത വായ തുറന്ന 10 വാക്ക് പറയുമ്പോൾ ഒരു വാക്കെങ്കിലും ചീത്ത പറയുന്ന ഒരനുഭവം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യങ്ങളൊക്കെ. ഇപ്പോഴതിൽ നിന്നൊക്കെ മാറ്റി കുടുംബമായി ഞങ്ങൾ ഞായറാഴ്ച ആകുമ്പോൾ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ മഹത്വീകരിച്ച് ഞങ്ങൾ ജീവിച്ചു പോകുന്നു. അതുമാത്രമല്ല, അതിനെക്കാട്ട് വലിയ ഒരു ആലയം പണിയുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതുമാത്രമല്ല, അതിനപ്പുറമായി ഇപ്പോൾ വേറെ ഒരു സ്ഥലത്തിലേക്ക് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ദൈവം എന്നെ പല രീതിയിലേക്ക് ഉപയോഗിച്ചു. മനുഷ്യർക്ക് വേണ്ടാന്ന് പറഞ്ഞ്, മനുഷ്യർ വേണ്ടാന്ന് തള്ളിയ സ്ഥലത്തിലേക്ക് എൻ്റെ വാക്ക് കേൾക്കുവാൻ വേണ്ടി, എന്നോട് വന്ന് കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം ആൾക്കാരെ എൻ്റെ അടുത്തിൽ കൊണ്ടുവന്നു. ഞാൻ പ്രാർത്ഥിച്ച വിടുതൽ കിട്ടും എന്നുള്ളൊരു ചിന്തയിലേക്ക് ദൈവം എന്നെ മാറ്റിമറിച്ചു. അങ്ങനെ ഒരു ദൈവശക്തി ഉണ്ടെന്ന് ഇന്ന് ഈ ലോകത്ത് പല ഭാഗത്തിലേക്ക് ദൈവം എന്നെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പല സ്ഥലത്തിലേക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം അനേക നല്ല കൂട്ടുകാരെ ദൈവം തന്നു, നല്ല സഹോദരന്മാരെ തന്നു, നല്ല ദൈവദാസന്മാരെ തന്നു. ഒരുപാട് നല്ല വിദ്യാഭ്യാസവരുടെ മധ്യയിലൊക്കെ എന്നെ കൊണ്ടുപോയി ദൈവം ഉയർത്തിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് യോഗ്യതയില്ല, പക്ഷേ ഇന്ന് യോഗ്യനായ ദൈവത്തെ സ്വീകരിച്ചത് കൊണ്ട് എന്നെ ദൈവം സഹായിച്ചു. പറഞ്ഞതുപോലെ അവസാനിച്ചെന്ന് പറയുന്ന സ്ഥലത്തേക്ക് മനുഷ്യരൊക്കെ നമ്മളെക്കുറിച്ച് അവസാനത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ കഴിയും. കാരണം മനുഷ്യൻ അവസാനിച്ചെന്ന് പറയണം. അങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആരംഭം കുറിക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള ഒരു അവസരത്തെ ദൈവം നമുക്ക് നൽകുന്നതാണ്. അങ്ങനെയാണ് എൻ്റെ ജീവിതമായിരുന്നു. രണ്ടാമത്തെ ഒരു മോനുണ്ട്. ഞാൻ പഠിച്ചിട്ടില്ല, 1ാം ക്ലാസ് പോലും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ പഠിത്തത്തെ കൂടെ ഇന്ന് ദൈവം നല്ല ഒരു ഡിഗ്രി ഉള്ള ഒരു മനുഷ്യനെ പോലെ എനിക്ക് എഴുതുവാനും വായിക്കുവാനും മലയാളം വായിക്കുവാനും മലയാളത്തിൽ പ്രസംഗിക്കുവാനും ദൈവം എന്നെ സഹായിച്ചു. ഇന്ന് മറ്റവരുടെ മധ്യയിലേക്ക് എന്നെ കേൾക്കുന്ന ദൈവമക്കളായിരുന്നാലും ദൈവത്തെ അറിയാത്ത മക്കളായിരുന്നാലും നിങ്ങൾക്ക് സമാധാനം ഇല്ലെങ്കിൽ ഈ യേശു സമാധാനം തരുവാൻ വലിയവനാണ്. നിങ്ങൾക്കൊരു മാറ്റം വരുന്നില്ലെങ്കിൽ ഈ യേശു ക്രിസ്തു നിങ്ങൾക്ക് മാറ്റം തരുവാൻ മതിയായവനാണ്. ഒറ്റ കാര്യം മാത്രം ചെയ്യണം, ഞാൻ പാവിയെന്ന് ദൈവത്തോട് സമ്മതിക്കണം. ദൈവത്തോട് പറഞ്ഞാൽ മാത്രം മതി, അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും. എന്തൊക്കെ ഇല്ലെന്ന് നമ്മൾ വിചാരിക്കുന്നതോ അതിനെയൊക്കെ തിരികെ തരുവാൻ ഈ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഞാൻ അങ്ങനെ ജീവിച്ച മനുഷ്യനായിരുന്നു. ഈ സമയം വരെ എന്നെ അനുവദിച്ച് തന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാറുണ്ട്, എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സദ്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് താങ്കൾ.